നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിനെ പ്ലാസ്റ്റിക് മുക്ത വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ കർശന നടപടിയുമായി മൂന്നാർ പഞ്ചായത്ത്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ അവകാശമുന്നയിച്ച വനംവകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ നാട്ടുകാർക്ക് തീരെ തലവേദനയാകുന്നു. ഇടുക്കി മഞ്ഞപ്പാറയിൽ മണ്ണിടിപ്പിനെ തുടർന്ന് കല്ലുവീണ വീട് തകർന്നിട്ട് 1 മാസം. നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന കുടുംബം. വിനോദസഞ്ചാര കേന്ദ്രമായ മറയൂരിലും കാന്തല്ലൂരിലും ആപ്പിൾ സീസണിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിനെ പ്ലാസ്റ്റിക് മുക്ത വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ കർശന നടപടിയുമായി മൂന്നാർ പഞ്ചായത്ത്. ജൂലൈ 1 മുതൽ മൂന്നാറിൽ 10 വിഭാഗം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തും. നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാറിൽ പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കുന്നത്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, സ്ട്രോകൾ ഉൾപ്പെടെ 10 വിഭാഗം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് നിരോധനം. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്താൽ ആദ്യ തവണ 10,000 രൂപയും ആവർത്തിച്ചാൽ 25,000 രൂപയും പിഴ ഈടാക്കും. സ്ഥാപനങ്ങളിൽ നിയമനം ലംഘിച്ചാൽ 2.5 ലക്ഷം രൂപ വരെ പിഴയുണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു. പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചിട്ടുള്ള ഇത് ലംഘനം നടത്തുന്നവർക്കെതിരെ ശിക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പാദനവും വിതരണവും നടത്താൻ അതിന് ആദ്യ ലംഘനത്തിൽ 10,000 രൂപ പിഴ ഈടാക്കും. രണ്ടാമത്തെ ലംഘനത്തിൽ 25,000 രൂപ പിഴ ഈടാക്കും. മൂന്നാമത്തെ ലംഘനത്തിൽ 2,50,000 രൂപ പിഴ ഈടാക്കുന്നതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന ഉൾപ്പെടെയുള്ള നിലവിലെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ലംഘനം ആരെങ്കിലും പൊതുജനങ്ങൾക്ക് നേരിൽ ബോധ്യപ്പെട്ട് അവർ മൊബൈലിൽ പകർത്തി പഞ്ചായത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ അവരുടെ പേര് രഹസ്യമായി സൂക്ഷിക്കുകയും ഈടാക്കുന്ന പിഴയിൽ നിന്ന് 25% തുക അവർക്ക് പാരിതോഷികമായിട്ട് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചാൽ 5,000 രൂപയും മാലിന്യം അശാസ്ത്രീയമായി സംസ്കരിക്കാത്തവരോട് പിഴ ഈടാക്കും. നിരോധിത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, വിൽപ്പന, സംഭരണം എന്നിവയെക്കുറിച്ച് വിവരം നൽകി നടപടി സ്വീകരിക്കാൻ സഹായിക്കുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% വരെ പാരിതോഷികം നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ഇതിനായി പ്രത്യേക വാട്സാപ്പ് നമ്പറും ഉടൻ പ്രവർത്തന സജ്ജമാക്കും. സിറ്റി വിഷൻ, മൂന്നാർ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ അവകാശമുന്നയിച്ച വനംവകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ നാട്ടുകാർക്ക് തീരാ തലവേദനയാക്കുകയാണ്. നാട്ടിലെ ചെറുപ്പക്കാർ ഉൾപ്പെടെ നിരവധി പേർക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി പതിവായി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് പരാതി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല, ഇടത്തോട് മേഖലകളിലാണ് അടുത്തിടെയായി വനംവകുപ്പ് സമാന്തര സർക്കാർ പോലെ പ്രവർത്തിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. നഗരംപാറ റേഞ്ച് ഓഫീസർ ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടക്കുന്നതെന്നും യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്നവരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. സാഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ റവന്യൂ ഭൂമിയിൽ വനംവകുപ്പ് അധികൃതരുമായി അവകാശം ഉന്നയിക്കുന്നതിനെതിരെ നാട്ടുകാർ നേരത്തെ പ്രതിഷേധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. വനഭൂമിയുടെ അതിരുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ഉൾപ്പെടെ നിരവധി തവണ അപേക്ഷകൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഇവരുടെ ആരോപണം. ഇതാണ് വനം ജീവനക്കാർ നാട്ടുകാരോട് വൈരാഗ്യപരമായ സമീപനം സ്വീകരിക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾ കുടിയേറി താമസിക്കുന്ന പ്രദേശമാണ് ഇടത്തോട് മേഖല. റവന്യൂ തരിശുഭൂമിയായി കിടക്കുന്ന പാറകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ പോലും വനംവകുപ്പ് തങ്ങളുടേതാണെന്ന അവകാശമുന്നയിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. നമ്മുടെ വാഴത്തോപ്പ് റേഞ്ച് ഓഫീസർ ഹരിലാൽ എന്ന് പറയുന്ന ഒരാൾ നമ്മളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ പിടിച്ച് അകത്തിട്ടിടിക്കും എന്നാണ് പുള്ളിയുടെ ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണി. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ
ഫോറസ്റ്റുകാർ ചെയ്തിരിക്കുന്ന അനീതികളെ ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ ചോദ്യം ചെയ്തതിലുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന തെരഞ്ഞു പിടിച്ചുള്ള ആൾക്കാരെ കേസിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതും നഗരംപാറ റിസർവിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ നഗരംപാറ റിസർവിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് ആരോടൊക്കെ ശത്രുത തോന്നുന്നു. പ്രദേശത്ത് പലപ്പോഴും ഉണ്ടാകുന്ന കാട്ടുതീ പോലും വനംവകുപ്പിന്റെ സംഭാവനയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഭീതി സൃഷ്ടിച്ച് പ്രദേശവാസികളെ കുടിയിറക്കാനാണ് വനംവകുപ്പ് ശ്രമിച്ചിരുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ജീവൻ ഭയന്ന നിരവധി കുടുംബങ്ങൾ മലമുകളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കുടിയേറിയതായും അവർ പറയുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള തെങ്ങുൾപ്പെടെയുള്ള കൃഷികളും ഇവിടെ പതിറ്റാണ്ടുകളായി കർഷകർ താമസിക്കുന്നതിനുള്ള വ്യക്തമായ തെളിവാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. 6 വർഷം മുൻപ് വീടിന് സ്ഥലം നികത്തുന്നതിനിടെ 2 പാഴ്ത്തടികൾ പിഴുതുമാറ്റിയ സംഭവത്തിൽ JCB വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഇതുവരെ വാഹനം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇത്തരത്തിലുള്ള നടപടികളാണ് വനം വകുപ്പിന്റെ ജനദ്രോഹ നടപടികളെന്ന് പ്രദേശത്തെ യുവജനങ്ങൾ ആരോപിക്കുന്നു. പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയ സാഹചര്യത്തിലെങ്കിലും വനം വകുപ്പിന്റെ ഈ സമാന്തര സർക്കാർ സമീപനത്തിന് അറുതി വരുത്തണമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. സിറ്റി വിഷൻ ഇടുക്കി മഞ്ഞപ്പാറയിലെ പുന്നപ്പറമ്പിൽ റെജിയും കുടുംബവും ഇന്നും വാടക വീട്ടിൽ കഴിയുകയാണ്. ജൂൺ 2-ന് മാർ എഫ്രോം മൈനർ സെമിനാരിയുടെ സ്ഥലത്ത് ഏലകൃഷിക്കായി മണ്ണെടുക്കുന്നതിനിടെ ഉരുണ്ടുവന്ന വലിയ കല്ലുകൾ ഇവരുടെ വീടിന് മുകളിലേക്ക് പതിച്ച വീട് വാസയോഗ്യമല്ലാത്ത വിധം തകർന്നിരുന്നു. എന്നാൽ വീട് പുനർനിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി സെമിനാരിയുടെ ഭാഗത്തുനിന്നോ സ്ഥലം പാട്ടത്തിനെടുത്ത വ്യക്തിയുടെ ഭാഗത്തുനിന്നോ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന വീട്ടുടമ. കഴിഞ്ഞ മാസം ഉച്ചയോടുകൂടിയാണ് റെജിയുടെ വീട് തകർത്ത് അപകടമുണ്ടായത്. ഏലകൃഷിക്കായി മണ്ണെടുക്കുമ്പോൾ സ്ഥലത്തു നിന്നും പാറകൾ ഉരുണ്ടുവരികയായിരുന്നു. പാറകൾ വരുന്ന ശബ്ദം കേട്ട് സമയോചിതമായി വീട്ടിൽ നിന്ന് ഓടിമാറിയതിനാലാണ് റെജിയും കുടുംബവും തലനാരിഴയ്ക്ക് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ അപകടം നടന്നിട്ട് 1 മാസം പിന്നിട്ടിട്ടും വീട് നിർമ്മിച്ച് നൽകുന്നതിനോ മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനോ സെമിനാരിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. സംഭവത്തെ തുടർന്ന് ഇടുക്കി കളക്ടറേറ്റിൽ ഉൾപ്പെടെ വിവിധ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും കുടുംബവും ഇന്നും കാത്തിരിപ്പിലാണ്. ഇതിനിടെ അപകടത്തിൽ തകർന്ന വീടിന്റെ ഭിത്തികളിൽ വീണ്ടും വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ പഴയ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിനൊപ്പം സെമിനാരി വക ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നതായി ആരോപിക്കുന്ന വലിയ പടുതാക്കുളവും പ്രദേശവാസികൾക്ക് ഭീഷണിയാകുകയാണെന്ന് റെജി പറയുന്നു. വളരെ അപകടാവസ്ഥയിലാണ്. ഇതിന് മുകളിൽ വശത്ത് വലിയ പടുതാക്കുളവും മുതൽ എല്ലാം കുത്തി ഏലം പണിയാനാണെന്നും പറഞ്ഞ് ഇളക്കിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നമുക്കിവിടെ ജീവന് പേടിച്ചിട്ട് കിടക്കാൻ വയ്യാത്ത അവസ്ഥ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ആയിട്ട് വാടകയ്ക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. 1 മാസമായിട്ട് ഒരു തീരുമാനമാകാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോരുന്നത്. 2 പ്രാവശ്യം ഹീറിങ്ങിന് വിളിച്ച് മാറ്റിവെക്കുകയും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. 1 മാസം മിച്ചമായി. ഇപ്പോൾ 1 മാസത്തോളമായിട്ട് വാടക വീട്ടിലാണ് കിടക്കുന്നത് കുഞ്ഞുങ്ങളെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആണ് ഞങ്ങളുടെ താല്പര്യം. ഏകദേശം 15 മീറ്റർ വീതിയും 20 മീറ്റർ നീളവും 10 മീറ്റർ ആഴവുമുള്ള പടുതാക്കുളം കനത്ത മഴയിൽ പൊട്ടിയാൽ താഴ്വാരത്തിലെ വീടുകൾക്ക് ഗുരുതരമായ നാശനഷ്ടമുണ്ടാകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ചെങ്കുത്തായ മലഞ്ചെരിവിൽ വലിയ തോതിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച മണ്ണെടുത്തതിനെ തുടർന്ന് ഈ സ്ഥലം താമസയോഗ്യമല്ലെന്ന് സ്ഥലം സന്ദർശിച്ച വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ പഴയ സ്ഥലത്ത് താമസം തുടരാൻ സാധിക്കില്ലെന്നും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്ത് വീട് നിർമ്മിക്കാനുള്ള സൗകര്യവും അർഹമായ നഷ്ടപരിഹാരവും അടിയന്തരമായി അനുവദിക്കണമെന്നുമാണ് റെജിയും കുടുംബവും ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട അനുകൂലമായ തീരുമാനം കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. സിറ്റി വിഷൻ ഇടുക്കി. വിനോദസഞ്ചാര കേന്ദ്രമായ മറയൂരിലും കാന്തല്ലൂരിലും ആപ്പിൾ സീസണിന് തുടക്കമായി. ഓണാവധി ആഘോഷിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പാകമായ ആപ്പിൾ തോട്ടങ്ങൾ ദൃശ്യവിരുന്നൊരുക്കും. ഇടുക്കിയിലെ അഞ്ചുനാട് എന്നറിയപ്പെടുന്ന മറയൂർ കാന്തല്ലൂർ മേഖലയിലെ തോട്ടങ്ങളിലാണ് ആപ്പിൾ സീസണിന് തുടക്കമായത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൂക്കുന്ന ആപ്പിൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് പാകമാകുന്നത്. ഓഗസ്റ്റ് പകുതിയാകുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തും. കാന്തല്ലൂരിലെ പെരുമല, ഗുഹനാഥപുരം, കുളിച്ചിവയൽ എന്നീ ഗ്രാമങ്ങളിലാണ് ആപ്പിൾ കൃഷി ചെയ്യുന്നത്. ഗാലോ ഗോൾഡ്, റെഡ് ബിലീഷ്,
റെഡ് ചീഫ് മഹാരാജ, യെല്ലോ ആപ്പിൾ തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. സ്വന്തം ആവശ്യത്തിനും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും മറ്റുമായി ഭാഗികമായാണ് മേഖലയിൽ ആപ്പിൾ കൃഷി. നല്ല രീതിയിൽ പരിപാലനം നൽകിയാൽ വളർച്ചയെത്തിയ ഒരു മരത്തിൽ നിന്ന് 100-ലധികം ആപ്പിളുകൾ ലഭിക്കും. വിനോദസഞ്ചാരികൾക്കാണ് ഇവ പ്രധാനമായും വിൽക്കുക. ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ കാഴ്ച നല്ല ഒരുമാതിരി ഇതായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോളും. ഇപ്പോൾ ആയി പിഞ്ചും പൂവൊക്കെ ആയിട്ട് അങ്ങനെ കാഴ്ച നമ്മളിവിടെ തന്നെ കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ വിപണനം എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് മേഖല ഉള്ളപ്പോൾ നമുക്കിവിടെ ഈ ടൂറിസ്റ്റുകാർ വരുന്നവർക്ക് തന്നെ നമ്മൾ പറിച്ച് കൊടുക്കുക. കുറച്ച് വലിയ നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. കുറേശ്ശെ ഉള്ളതൊക്കെ അവർക്ക് തന്നെ കൊടുക്കുക. അത് അവർ ഇതായിട്ട് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിക്കോളൂ. ഇവിടെ പിന്നെ ഈ ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ടേ നമുക്ക് ഇവിടെ തന്നെ അത് പറിച്ചു കൊടുക്കും. എന്തുണ്ടായാലും നമുക്ക് ഇവിടെ തന്നെ പറിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആപ്പിൾ കൃഷിയിലെ സാധ്യതകൾ മനസ്സിലാക്കിയ കാന്തല്ലൂരിലെ ചില കർഷകരാണ് 15 വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചത്. ഇത് വൻ വിജയമായതോടെ ഒട്ടേറെ കർഷകരാണ് ഇപ്പോൾ മറയൂർ, കാന്തല്ലൂർ മലനിരകളിൽ ആപ്പിൾ കൃഷി ചെയ്തു വരുന്നത്. സിറ്റി വിഷൻ, മറയൂർ. പഞ്ചായത്തിൽ വന്നാൽ പെൻഷനുള്ള അപേക്ഷ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ മെമ്പർ. അപേക്ഷകൻ പഞ്ചായത്തിലെത്തിയപ്പോൾ മെമ്പർ സ്ഥലത്തില്ല. പെട്ടുപോയത് കുർത്തിക്കുടിയിലുള്ള രാജൻ. തന്റെ ഭാര്യ തങ്കമ്മയുടെ പെൻഷൻ അപേക്ഷ നൽകുന്നതിനായി വന്ന രാജന് ഒരു ദിവസം ചിലവായത് 500 രൂപയോളം. മെമ്പറുടെ അനാസ്ഥയാണ് ഈയൊരു സംഭവത്തിനു പിന്നിൽ. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡാണ് കുർത്തിക്കുടി. കുർത്തിക്കുടിയിൽ നിന്നും അടിമാലി പഞ്ചായത്തിലെത്താൻ മാങ്കുളം വരെ ജീപ്പിനെ ആശ്രയിക്കണം. ജീപ്പിൽ വേണ്ടത്ര ആളുകളില്ലെങ്കിൽ 200 രൂപയ്ക്ക് മുകളിൽ ഡ്രൈവർക്ക് നൽകിയാലേ മാങ്കുളത്തെത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് മാങ്കുളത്തു നിന്നും സ്വകാര്യ ബസ്സിൽ 45 രൂപ ടിക്കറ്റ് എടുത്ത് വേണം പഞ്ചായത്തിലെത്താൻ. ഇങ്ങനെ പഞ്ചായത്തിൽ മെമ്പർമാർ പറഞ്ഞ സമയത്തെത്തുമ്പോൾ അധികാരപ്പെട്ടവരില്ലെങ്കിൽ പാവപ്പെട്ട കുർത്തിക്കൊടി നിവാസികൾക്ക് നിസ്സഹായരായി തിരികെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അതിനും ചിലവേറെയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കുർത്തിക്കൊടി നിവാസികളുടെ ഊരുകൂട്ടം. ഊരുകൂട്ടത്തിലെത്തിയ രാജൻ ഭാര്യ തങ്കമ്മയുടെ പെൻഷൻ ശരിയാക്കി നൽകണമെന്ന വാർഡ് മെമ്പറായ ജോയ് വർക്കിയോട് ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച പഞ്ചായത്തിൽ വന്നാൽ ശരിയാക്കി നൽകാമെന്ന മെമ്പറും മറുപടി നൽകി. കയ്യിലുണ്ടായിരുന്ന കാശുമെടുത്ത രാജൻ ചൊവ്വാഴ്ച അടിമാലി ഗ്രാമപഞ്ചായത്തിലെത്തി. പഞ്ചായത്തിലെത്തിയപ്പോൾ മെമ്പർ സ്ഥലത്തില്ല. പെൺപിള്ളക്ക് പെൻഷനില്ല. 64 വയസ്സായി. 64 വയസ്സിൽ ഇതുവരെയും പെൻഷൻ കിട്ടിയിട്ടില്ല. പെൻഷന് അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമ്പർ പറഞ്ഞാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഓരോ കൂട്ടത്തിന് നമ്പർ പറഞ്ഞു ഇന്ന് പഞ്ചായത്തിലേക്ക് വന്നേരെ അപേക്ഷ കൊടുക്കാൻ. അപ്പോൾ എല്ലാ കൂട്ടം നടത്തി തരാമെന്ന്. അപ്പം ഈ സാക്ഷി പത്രന്മാർക്ക് സാക്ഷികൾ വേണം, ഇതൊക്കെ വേണം. നമ്പർ അവിടെ വന്നിട്ടുമില്ല. അടിമാലി പഞ്ചായത്തിലെത്താൻ ഏറെ ബുദ്ധിമുട്ടുള്ള വാർഡാണ് കുർത്തിക്കുടി. ഇവിടങ്ങളിൽ നിന്നും വാഹനങ്ങൾ വിളിച്ചാണ് പലപ്പോഴും പഞ്ചായത്ത് ആവശ്യങ്ങൾക്കായി കുടുംബങ്ങൾ എത്തുന്നത്. ഇങ്ങനെ എത്തുന്നവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പഞ്ചായത്ത് അധികൃതരുടെ കടമയാണ്. സിറ്റി വിഷൻ, അടിമാലി. അന്ത്യോദയ അന്നയോജന കാർഡിനുള്ള ധാന്യവിഹിതം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. അംഗസംഖ്യ പരിഗണിക്കാതെ ഒരു കുടുംബത്തിന് 35 കിലോ അരി എന്നത് ഒരു അംഗത്തിന് 7 കിലോ ആക്കുവാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. പുതിയ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിന്റെ അരിവിഹിതത്തിൽ വലിയ കുറവുണ്ടാകുമെന്നും റേഷൻ വ്യാപാരികൾക്കും ജനങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നതെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. പദ്ധതി നടപ്പിലായാൽ സംസ്ഥാനത്തിന് പ്രതിവർഷം 1 ലക്ഷം ടൺ അരി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതുവരെ മഞ്ഞ കാർഡുടമകൾക്ക് കുടുംബത്തിലെ അംഗസംഖ്യ പരിഗണിക്കാതെ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 കിലോ ആട്ടയുമാണ് ഓരോ മാസവും നൽകിയിരുന്നത്. എന്നാൽ അംഗസംഖ്യ പരിഗണിച്ച് ഒരംഗത്തിന് പ്രതിമാസം 7 കിലോ എന്ന അളവിൽ മാത്രം അരി വിതരണം ചെയ്യാനുള്ള ഭേദഗതിക്കാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന പരമാവധി ഭക്ഷ്യധാന്യം 35 കിലോ തന്നെയായി തുടരും. ഭേദഗതിയുടെ കരട് രേഖയിൽ പൊതുജനാഭിപ്രായം അറിയിക്കാനുള്ള സമയപരിധി ജൂലൈ 13 വരെയാണ്. നേതൃത്വ സർക്കാർ പിന്മാറണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വണ്ടൻമേട്ടിൽ വെച്ച് നടന്ന സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലസിംഗ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നിർത്തിവെച്ച് പോയേക്കല്ലേ. ഇപ്പൊ സാർ പറഞ്ഞ പോലെ എല്ലാം ഓൺലൈനിൽ കൂടെ വരികയാണ്. എന്നാൽ നമ്മുടെ നാടിന് ഈ റേഷൻ വ്യാപാരികളില്ലേ, പാവപ്പെട്ട ജനങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
അതാണ് ഈ സംഭവം. അതിൽ നിങ്ങൾ ഉറച്ചിരിക്കുക, അതുകൂടെ ഞങ്ങളുണ്ടാവും. മുതിർന്ന റേഷൻ വ്യാപാരികളെ വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് ആദരിച്ചു. താലൂക്ക് പ്രസിഡന്റ് KC സോമൻ അധ്യക്ഷത വഹിച്ചു. റേഷൻ വ്യാപാരികളുടെ മക്കളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗം മാൻസി ജെയിംസ് ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് AD വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് സെക്രട്ടറി PM അബ്ദുൾ റഹീം കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PE മുഹമ്മദ് ബഷീർ, ജില്ലാ സെക്രട്ടറി സജീവ് ഇട്ടിക്കൽ, രഞ്ജൻ, അഖിൽ, ജോർജ് കുട്ടി, M ഗാന്ധി, രാജശേഖരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. സഹജീവികളോടുള്ള കരുണയും സ്നേഹവും വെറും വാക്കുകളിലൊതുക്കാതെ പ്രവൃത്തിപഥത്തിലെത്തിച്ച മാതൃകയാവുകയാണ് രണ്ട് സഹോദരങ്ങൾ. തലചായ്ക്കാൻ സുരക്ഷിതമായൊരിടമില്ലാതെ ദുരിതത്തിലായ ഒരു നിർധന കുടുംബത്തിന് പ്രത്യാശയുടെ പുതിയൊരു തണലൊരുക്കുകയാണ് ചെമ്മണ്ണാർ പാമ്പുപാറയിൽ ചെമ്പക്കര ജോയിസ് ബിജു എന്നീ സഹോദരങ്ങൾ. ഇരുവരും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. ചെമ്മണ്ണാർ പാമ്പുപാറയിൽ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പുതിയൊരു അധ്യായനത്തിനാണ് തുടക്കമായിരിക്കുന്നത്. സ്വന്തമായി ഒരു വീടെന്നത് സ്വപ്നം മാത്രമായി അവശേഷിച്ച നിർധന കുടുംബത്തിനാണ് ചമ്പക്കരയിൽ ജോയിസ്, ബിജു എന്നീ സഹോദരങ്ങൾ കാരുണ്യത്തിന്റെ കൈത്താങ്ങാവുന്നത്. ഇവർ പണിതു നൽകുന്ന സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ചെമ്മണ്ണാർ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് ചിണിയമ്മാക്കൽ നിർവഹിച്ചു. അവിടുത്തെ കൃപാവത്തിൽ ഇവരെ കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജനപ്രതിനിധികളും പ്രദേശവാസികളും സാക്ഷ്യം വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാഗജ്യോതി ഭാസ്കർ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർമാരായ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ, ബിന്ദു മാത്യു കോലംകുഴിയിൽ, ടിബിൻ ജോർജ്, സിബി ക്ലാമറ്റത്തിൽ, ബാബു മേലാളത്ത് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കഷ്ടത അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ കാണിക്കുന്ന ഇങ്ങനെയുള്ള വലിയ മനസ്സുകൾ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സ്നേഹവീടിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി എത്രയും വേഗം ഈ കുടുംബത്തിന് താക്കോൽ കൈമാറാനാണ് ജോയിസും ബിജുവും ലക്ഷ്യമിടുന്നത്. സിറ്റി വിഷൻ, രാജകുമാരി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ബൈസൺമാലി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടന്നു. പരിപാടിയിൽ കർഷകർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാലുമോൾ സാബു ഉദ്ഘാടനം ചെയ്തു. വൈസൺമാലി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടന്നു. ഒട്ടങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാലുമോൾ സാബു ഉദ്ഘാടനം ചെയ്തു. അനുബന്ധിച്ചുള്ള ഈ ഒരു പരിപാടിയിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാർ കൃഷിയിലേക്ക് ഇറങ്ങാത്തതും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ കൃഷിയെ കാണുന്ന ഒരു സമ്പ്രദായം ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്കൂളുകളിലാണെങ്കിലും ഈ പച്ചക്കറി തൈ വിതരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വളരെ ആകാംക്ഷഭരിതരായിട്ടാണ് അവർ ആ ഒരു കൃഷിയെ കാണുന്നത്. അപ്പോൾ കൃഷി നമുക്കിപ്പോൾ ഒരു തൊഴിൽ മാത്രമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന സാഹചര്യം. നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് കൃഷി. പരിപാടിയിൽ കർഷകർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കർഷകർക്കായി ശാസ്ത്രീയ നെൽകൃഷിയെക്കുറിച്ച് ഡോക്ടർ ആഷിബ എ ക്ലാസ് നയിച്ചു. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ പി.എ. അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ സ്മിത എസ് കുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷിബു ഇ.കെ., CDS ചെയർപേഴ്സൺ സുനോയ് ഷാജി, പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു മനോഹരൻ, ബാലസുബ്രഹ്മണ്യൻ, ഡാനി വേരംപ്ലാക്കൽ, ഓമന ഉണ്ണികൃഷ്ണൻ, പാടശേഖര സമിതി പ്രസിഡന്റ് ലാലി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, വൈസൺമാലി. വളകോട് SNDP ശാഖ നമ്പർ 4535 നിർമ്മിക്കുന്ന ഗുരുദേവ ക്ഷേത്രത്തിന്റെ കല്ലിടിയിൽ കർമ്മം നടന്നു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു. ശാഖായോഗം പ്രസിഡന്റ് ലിജോ മോൻ PM, മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ, യൂണിയൻ കൗൺസിലർ PR രതീഷ്, കേശവൻ, ബിജു ഭദ്രൻ, സന്തോഷ് കൃഷ്ണൻ, ഷാജിമോൾ അനിൽ, സരിത ബാബു, PM രതീഷ്, MK പുഷ്പൻ, NS സുബീഷ്, വളകോട് ശാഖാ സെക്രട്ടറി KS ബാബുക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, സപ്തതി സന്ദീപ് D, SN പുരം, കൊടുങ്ങൂർ എന്നിവർ കർമ്മത്തിന് നേതൃത്വം നൽകി. പഠനം കൂടുതൽ സ്മാർട്ടാക്കാൻ വലിയ തോവാള ക്രിസ്തുരാജ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിച്ചു. പുതിയ അധ്യയന വർഷത്തിലെ PTA ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഓരോ അറിവും കുട്ടികൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. എത്ര ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാകും അതെന്നുള്ളത് കേട്ടിരുന്ന എല്ലാവർക്കും എന്നെപ്പോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. കുട്ടികളുടെ പഠനത്തോടൊപ്പം നല്ല മൂല്യങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോടൊത്തു പ്രവർത്തിക്കാനും എല്ലാം ഉള്ള ഒരു ഉപദേശം നൽകുന്ന ഒരു കടമ കൂടി നമ്മുടെ PTA കമ്മിറ്റിക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും വൈറ്റ് ബോർഡുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കാക്കലിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്റ്റർ C. അനിത SH, PTA സെക്രട്ടറി C. ആൻജോ SH, PTA പ്രസിഡന്റ് എബിൻ കൊച്ചുപുരയ്ക്കൽ, മിനിമോൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് റിട്ടയർഡ് അധ്യാപകൻ ബിജു വടക്കേക്കുന്നേൽ നയിച്ചു. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന പദ്ധതിയുടെയും വേസ്റ്റ് ഈസ് ഹെൽത്ത് പദ്ധതിയുടെയും ഉദ്ഘാടനവും നടന്നു. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനവും നടന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തോക്കുപാറയിലെ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ, ഗവൺമെന്റ് UP എന്നീ വിദ്യാലയങ്ങളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് തൂഫാൻ 1 മില്യൺ ഗോൾ ഫുട്ബോൾ ഷൂട്ടൌട്ട് നടന്നു. വെള്ളത്തൂവൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അഫ്സൽ A യോഗം ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തോക്കുപാറയിലെ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ, ഗവൺമെന്റ് UP എന്നീ വിദ്യാലയങ്ങളുടെയും PTA MBTയുടെയും നേതൃത്വത്തിൽ റാലി, സമ്മേളനം, ഫ്ലാഷ് മോബ്, യോഗ ഡാൻസ്, ബോധവൽക്കരണ ക്ലാസ്, തൂഫാൻ 1 മില്യൺ ഗോൾ, ഫുട്ബോൾ ഷൂട്ടൌട്ട് എന്നിവ നടത്തപ്പെട്ടു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് പാറക്കടവിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഇടുക്കി രൂപത മദ്യലഹരി വിരുദ്ധ സമിതിയുടെയും പ്രസിഡന്റ് സിൽബി ചുനയമ്മാക്കൽ ഏവരെയും സ്വാഗതം ചെയ്തു.
വെള്ളത്തൂവൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അഫ്സൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജു PC, സെന്റ് സെബാസ്റ്റ്യൻ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസിൽ S, ABS, GUPS അധ്യാപക പ്രതിനിധി CBCP, PTA പ്രസിഡന്റുമാരായ സിജോ വർഗീസ്, ജോബി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിമുക്തി ക്ലബ്ബ് കൺവീനർ ഷിൻഡോ തോമസ് കൃതജ്ഞതയർപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടത്തപ്പെട്ട ക്ലാസിന് വെള്ളത്തൂവൽ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സിന്ധുമോൾ PB നേതൃത്വം നൽകി. അധ്യാപകരായ C. ബിന്ദു ജോർജ്, സെലിൻ K. ദേവസ്യ, സബിൻ ജോസഫ്, ഷീജ M, ദീപ ജോൺ, സാനിമോൾ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ആനച്ചാൽ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ, വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിനെ പ്ലാസ്റ്റിക് മുക്ത വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ കർശന നടപടിയുമായി മൂന്നാർ പഞ്ചായത്ത്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ അവകാശമുന്നയിച്ച വനംവകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ നാട്ടുകാർക്ക് തീരെ തലവേദനയാകുന്നു. ഇടുക്കി മഞ്ഞപ്പാറയിൽ മണ്ണിടിപ്പിനെ തുടർന്ന് കല്ലുവീണ വീട് തകർന്നിട്ട് 1 മാസം. നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന കുടുംബം. വിനോദസഞ്ചാര കേന്ദ്രമായ മറയൂരിലും കാന്തല്ലൂരിലും ആപ്പിൾ സീസണിന് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.